വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണേ. പിന്നെ എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്നൊരു ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. ഞാനൊന്നും പോയില്ല കേട്ടോ, കാരണം അറിയാമല്ലോ, പിള്ളേർ രണ്ടുപേരുള്ളതുകൊണ്ട് പോയില്ലേ. മമ്മിയും പപ്പായൊക്കെ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ചായയൊക്കെ കുടിച്ച് ചായയുടെ കൂടെ പിസ്തയൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. ചേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നേ. അതിനുശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലോട്ട് പോയി കേട്ടോ. മമ്മി അന്നേരം തലേ ദിവസത്തെ കപ്പ വാട്ടുകപ്പയൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അത് കുറച്ചുണ്ട്. അപ്പം തികയത്തില്ല എന്ന് വിചാരിച്ച് പച്ചക്കപ്പയും കൂടെ പുഴുങ്ങാനുള്ള പ്ലാനാണേ. അപ്പോൾ ജാനിയും ജുവാനയും ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് വർത്താനം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് ഇന്നലെ വറുത്ത ഉണക്കമീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണക്കമീനും പിന്നെ കുറച്ച് കാന്താരിയൊക്കെ ചമ്മന്തി ആക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടേ, അപ്പോൾ അതൊക്കെ വേകുന്നതേ ഉള്ളൂ. ആ സമയത്ത് ഞാനും ജാനിയൊക്കെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി കേട്ടോ. മമ്മി അടുത്ത് പോയി ജാനി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മുറ്റത്തോട്ട് ഇറങ്ങിയതാണേ. മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവളിങ്ങനെ നടന്നോളും കേട്ടോ. പിന്നെ ഞാൻ ജുവാനെ അടുത്ത് ഇങ്ങനെ പുറകെ നടന്നാൽ മതി. അപ്പം അങ്ങനെ അവളിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു നോക്കുകയുള്ളൂ. പിന്നെ ഇടയ്ക്ക് വീഴ്ചയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇന്നെന്തായാലും വീണൊന്നും ഇല്ല. സമയമാണെങ്കിൽ രാവിലെ 9 മണി ആവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം മുറ്റത്തൊക്കെ എല്ലാം നല്ല വെയിലായിട്ടുണ്ടേ, ചൂടായി വരുന്നുണ്ട് വെയിലിന്. ഇവിടെ ആണെങ്കിൽ നോയമ്പാണെങ്കിലും ഞാനും പപ്പായും മീൻ കൂട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ നോയമ്പല്ല, പപ്പ നോയമ്പ് എടുക്കുന്നുണ്ട്. പക്ഷേ പപ്പ മീൻ കഴിക്കും കേട്ടോ, ബാക്കിയൊന്നും കഴിക്കത്തില്ല. പിന്നെ ഞാനിന്ന് പള്ളിയിൽ പോകുന്നുണ്ട്. ഇന്ന് വൈകുന്നേരമാണ് കേട്ടോ പള്ളിയിൽ. കുറച്ച് മുമ്പെയാണ് മമ്മി പറഞ്ഞത് പള്ളിയിൽ വൈകുന്നേരം ഉണ്ട്, നീ പോകുന്നോന്ന്. അപ്പോൾ എന്നാൽ വൈകുന്നേരം കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണേ. രാവിലെ പള്ളിയിൽ പോകാൻ പറ്റാത്തവർക്ക് വൈകുന്നേരത്തെ കുർബാനയ്ക്ക് കൂടാലോ. ജാനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പള്ളിയിലൊക്കെ പോകാനായിട്ട്. അപ്പം അവൾക്കും പോകാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് വൈകുന്നേരം ഞാൻ അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണേ. കുഞ്ഞിനെ മമ്മി നോക്കിക്കോളൂ. 2-3 ദിവസങ്ങളിലൂടെ കഴിഞ്ഞ് ക്രിസ്മസ് എത്തി. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. പിന്നെ ചേച്ചിയും ചേട്ടനും പിന്നെ ജാനിയുടെയൊക്കെ പപ്പായും 2-3 മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ജാനിയുടെയും ജുവാനയുടെയും ഒക്കെ പപ്പ വരുന്നത്. ജാനിക്കാണെങ്കിൽ ആ സൈഡിൽ നിന്ന് താക്കോൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, താഴത്തെ ബേക്കറിയുടെയാണേ. അപ്പോൾ അതിൻ്റെ കിലുക്കൊക്കെ കേട്ടിട്ട് ജുവാന ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിരിക്കുന്ന കണ്ടപ്പോഴത്തേനും ആ ജാനി പിന്നെയും താക്കോലെടുത്ത് കിലുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെയും ഇത് ജുവാന ഇത് ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചേ. ജാനിക്ക് പിന്നെ കരയാനൊന്നും ഒരു കാരണവും വേണ്ട കേട്ടോ. അവൾ എന്തെങ്കിലും കിട്ടുമ്പോഴത്തേനും ഉടനെ കരയും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പം എന്തോ മമ്മി എന്തോ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വെള്ളത്തിനകത്ത് കൈയിട്ട് ആകെ ഇതാക്കിയപ്പോഴത്തേനും കൈ കഴുകാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജാനി അമ്മച്ചി കൈ കഴുകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡും കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ നിന്നേ. ഭയങ്കര വെയിലാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും മമ്മിയും ജാനിയും കൂടെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി കേട്ടോ. പപ്പായാണെങ്കിൽ മുറ്റത്തുണ്ടായിരുന്നേ. കുറേ ചിരട്ടയൊക്കെ എടുത്തിട്ട് അതിൻ്റെ പുറത്തെ നാരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ തേനീച്ച പെട്ടിക്കകത്ത് വെക്കാനായിട്ട് മറ്റേ പഞ്ചസാര ലായനിയോ അല്ലെങ്കിൽ ശർക്കരയൊക്കെ നമ്മളിങ്ങനെ ലായനിയാക്കി വെക്കാറുണ്ടല്ലോ, പൂക്കളൊക്കെ ഇല്ലാത്ത സമയത്തും തേനൊക്കെ വെക്കാനായിട്ട് നമ്മൾ തേനീച്ചയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പപ്പ കുറച്ച് ചിരട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതെടുത്ത് പറക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജാനി. മമ്മിയാണെങ്കിൽ ഓരോ ചിരട്ടയൊക്കെ എടുത്തിട്ട് 1 2 3 ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണേ. അവളിങ്ങനെ ഓരോ ചിരട്ട മാറ്റി വെച്ച് 1 2 3 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പപ്പായാണെങ്കിൽ നേരത്തെ ചിരട്ടയുടെ അതിൻ്റെ പുറത്തെ നാരൊക്കെ എടുത്ത് കളയുന്ന കണ്ടിട്ട് ഇവളും എടുത്ത് അതേപോലെ തന്നെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണേ. ഇത് ഫുൾ ക്ലീൻ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അതിന് അടുത്ത ദിവസം ചിരട്ട എല്ലാം കൂടെ മറ്റേ തേനീച്ച പെട്ടിക്കകത്ത് വെക്കാനായിട്ടാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ചായയോടെ കഴിക്കാനായിട്ട് അവൽ നനയ്ക്കാനായിട്ട് പോവാണ് കേട്ടോ മമ്മി. അത് ഇവിടെ എങ്ങനെ അവൽ നനയ്ക്കാന്ന് വെച്ചാൽ കുറച്ച് തേങ്ങയും കുറേ തേങ്ങയും ചെറിയുള്ളി 2-3 എണ്ണവും പിന്നെ നല്ല എന്തോ അതിന് പറയുന്നത് ഏലക്കായും
ഏലക്ക ചതച്ചതും ഒക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ ഇന്ന്. അല്ലാത്തപ്പോൾ ശർക്കരയാണ് ചേർക്കാറ്. അപ്പോൾ ശർക്കര ഇല്ലാഞ്ഞുകൊണ്ട് ഇന്ന് പഞ്ചസാരയാണ് ചേർത്തത്. അപ്പം പഞ്ചസാരയും കൂട്ടി നന്നായിട്ട് തിരുമ്മി എടുത്ത് അങ്ങനെ കേട്ടോ കഴിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ ചെറിയ ഉള്ളി ഒന്നും ചേർക്കാറില്ല. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത്. സംഭവം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ.